കോൺഗ്രസ്സുകാരോടും UDFക്കാരോടുമാണ്. നിങ്ങൾ പതിവ് തിരുമൽ, തടവൽ, ഒപ്പിക്കൽ പരിപാടികളും നേതാക്കളോട് അടിമപ്പണി ചെയ്യുന്ന അനുയായികളും ഒക്കെ ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നാളെ വൈകുന്നേരം 6 മണിക്ക് മുമ്പായി നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കാൻ നോക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ കർശനമായ ഷാർപ്പ് വേർഡ്സിലാണ് സ്ഥാനാർത്ഥി പട്ടിക റെഡിയാണ് 24 മണിക്കൂറിനകം പുറത്തിറങ്ങുമെന്ന് ഈ അവസാന പത്രസമ്മേളനത്തിലും പറഞ്ഞത്. എല്ലാം ഭദ്രമാണെന്നാണ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറയുന്നത്. രമേശ് ചെന്നിത്തലയാകട്ടെ യാതൊരു പ്രശ്നങ്ങളുമില്ല, സാധാരണയേക്കാൾ അസാധാരണമാം വിധം എല്ലാ സ്ഥാനാർത്ഥികളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് നമ്മുടെ സുധാകരൻ MP അവറുകളുടെ സങ്കടങ്ങൾ, പോസ്റ്റുകൾ, പെരുമഴ പോസ്റ്റുകൾ, പിന്നെ അതുകൂടാതെ തന്നെ ചിറയൻകീഴിലോ മറ്റോ എന്താ പറയുന്നത്, രമ്യ ഹരിദാസിനെ അവിടെ വേണ്ടെന്നും പറഞ്ഞ് ഒരു കോലം കത്തിക്കൽ പരിപാടി. ഇത്തരം കൂലിത്തല്ലുകാരെയും സാമൂഹ്യ വിരുദ്ധരെയും തൂക്കിയെടുത്ത് പുറത്തു കളഞ്ഞ ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് പ്രവർത്തിക്കാൻ നോക്കുക. വലിയ സമയമൊന്നും നിങ്ങളുടെ മുന്നിലില്ല. പണ്ടത്തെ പോലെ അത് പിടിച്ചും ഇത് പിടിച്ചും അതുപോലെ തന്നെ ഓരോ നേതാക്കളും അവരവരുടെ സിൽബന്തികളെയും ഒക്കെ കൈവച്ചുകൊണ്ട് കളിക്കാൻ നിന്നാൽ കളി പാളിപ്പോകുമെന്ന് മാത്രമല്ല, ഇനി ഇതിൻ്റെ നേതാക്കളെന്ന പേരിൽ നിങ്ങളെ ആരെയും ജനം റോഡിലിറങ്ങാൻ പോലും അനുവദിക്കില്ല. അത്രമേലുള്ള അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു. നിങ്ങളിതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള എല്ലാ സർവേകളിലും ഒന്നെങ്കിൽ UDF വളരെ മുന്നിൽ, അല്ലെങ്കിൽ രണ്ടുപേരും തുല്യം അടുത്തടുത്ത നേരിയ വ്യത്യാസത്തിൻ്റെ കണക്കുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നതിനപ്പുറം ഗ്രൗണ്ടിലുള്ള രാഷ്ട്രീയ സ്ഥിതി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അറിഞ്ഞതാണ്. പാർലമെൻറ്റ് കയ്യബദ്ധമല്ലെന്ന് ജനങ്ങൾ തെളിയിച്ചതാണ്. പക്ഷേ ആ സാഹചര്യങ്ങളെ അനുകൂലമാംവിധം ഉപയോഗിക്കണമെങ്കിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കി അതിന് പ്രാദേശികവാദവും, ഞാൻ കുറേ കാലമായിട്ട് ഇതിൽ പണിയെടുക്കുകയാണെന്നും, അങ്ങനെ പണിയെടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ, അതൊക്കെ പറമ്പിൽ പണിയെടുത്താൽ കപ്പയും തേങ്ങയും തെങ്ങും കൃഷിയുമൊക്കെ നടക്കുമെന്നല്ലാതെ ജനങ്ങൾക്കിടയിൽ പണിയെടുത്ത് ജനങ്ങൾ അംഗീകാരം നേടിയ ആളുകളല്ലേ മത്സരിക്കാൻ പാടുള്ളൂ. അതിന് ജാതിയും മതവും കോട്ടാ സമ്പ്രദായവും പിന്നെ ഇവിടുത്തെ ആളാണോ ഇറക്കുമതിയാണോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അതൊന്നും ഈ നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വിജയം സാധ്യമാകുകയുള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പരിഹരിക്കാനുള്ള സമയം പോലും ഇല്ല ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച്. അതുകൊണ്ട് പതിവ് സംഗതികളൊക്കെ മാറ്റിവെക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയ വലിയ മാധ്യമ സ്ഥാപനങ്ങൾ പോലും മാധ്യമപ്രവർത്തനം തൽക്കാലം നിർത്തി PR വർക്കുകൾ ഏറ്റെടുക്കുന്ന ഒരു കാലമാണ്. ഇന്ന് കണ്ടില്ലേ, VS ശിവകുമാർ BJPയിലേക്ക് പോകുന്നു എന്ന് ചർച്ച നടത്തി പുറത്തുവിട്ടത് 2 പെയ്ഡ് മാധ്യമപ്രവർത്തകരാണ്. നമ്മുടെ മലയാളം 24 എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളിടത്തിരുന്ന് സ്വന്തം ജീവിതം ധന്യമാക്കാനാകാത്തതുകൊണ്ട് സ്വയം മാറി നിന്ന് ധന്യമാക്കിയത്. അവർ നോക്കുമ്പോൾ അവരുടെ എല്ലാ കച്ചവടങ്ങളിലും ലാഭമായിരുന്നു. അവരുടെ പ്രവർത്തനമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളിനെ അവിടെ ഇരുത്തുന്നതിന് അവരും റിപ്പോർട്ടർ ചാനലിലൂടെ പണിത പണി ഏറ്റു. ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് ഇതുപോലെ ഓരോ മത്സരിക്കാൻ ലിസ്റ്റിലുണ്ടെന്നറിയപ്പെടുന്നവരെ ഇതുപോലെ ചാർത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നൊരു ബാബു ദിവാകരൻ പോയെന്ന് പറഞ്ഞു. പുള്ളി പോകുമ്പോഴാണ് ബാബു ദിവാകരൻ ഇതിനകത്തുണ്ടായിരുന്നു എന്നറിയുന്നത്. പുള്ളിക്ക് വിജയിക്കുന്ന സീറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് പുള്ളി 2020യുടെ സ്ഥാനാർത്ഥിയായി കുന്നത്തുനാട് പോയി ജയിക്കാനായി മത്സരിക്കുന്നത്. അതുകൊണ്ട് ഈ പതിവ് കോലം കത്തിക്കലും അതിൻ്റെ അഭ്യാസമൊക്കെ മാറ്റിവെക്കുക. പിന്നെ MP എന്ന് പറഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളുടെയും ജനപ്രതിനിധിയാണ്. MLA ആവുന്ന ആൾക്ക് ഒരു മണ്ഡലത്തിന് മാത്രമേ ജനപ്രതിനിധിയാവാൻ പറ്റുള്ളൂ. ഇതെല്ലാ മണ്ഡലത്തിൻ്റേതുമാണ്. മന്ത്രിസ്ഥാനവും പ്രധാനമന്ത്രി സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും ഒക്കെ തലയിലെഴുത്ത് ആശ്രയിച്ചാണ്. ദൈവത്തിൻ്റെ ഒരു വിധി കൂടി വേണം. അതുകൊണ്ട് ചാടി ഇറങ്ങി പുറപ്പെട്ട് അഭ്യാസം കാണിക്കുമ്പോൾ അയ്യോ ഞങ്ങളുടെ സുധാകരൻ സഖാവ് എല്ലാം നേടിയ ആളാണെന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് കൊണ്ട് ചാടി ഇറങ്ങിയാൽ സംഗതി കൈവിട്ടു പോയി ഇതെല്ലാം ഊരിത്തെറിച്ച് വീഴും. അതുകൊണ്ട് പോസ്റ്റൊക്കെ ഇടുകയും കമൻ്റൊക്കെ പറയുകയും ചെയ്യുന്ന കൂടാതെ അകത്ത് വെച്ച് നേതാവിനോട് പറഞ്ഞു കൊടുക്കുക, ഇത് അബദ്ധമാണ്, ഇതുമായിട്ട് ചാടി ഇറങ്ങിയാൽ ഒരു രക്ഷയും കിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് കാര്യങ്ങൾ വേഗത്തിൽ രൂപപ്പെടുത്തുക. പറ്റുമെങ്കിൽ രാത്രി തന്നെ ഡൽഹിക്കോ എവിടെങ്കിലും പിടിച്ച് ഏതെങ്കിലും മുറിയിലിരുന്ന്
ആ ലിസ്റ്റ് കുറേശ്ശെ റെഡിയാക്കി ആദ്യം തയ്യാറായത് ഒന്നോ രണ്ടോ ലിസ്റ്റാക്കി രാവിലെ മുതൽ പുറത്തു വിടുക. കാരണം ഈ സ്ഥാനാർത്ഥിയാകുന്നവന് അവിടെയൊക്കെ ഇറങ്ങാനും ആളിനെ കാണാനുമുള്ള സമയം മാത്രമേ ഇപ്പോഴത്തെ ഷെഡ്യൂളിലുള്ളൂ. അതുകൊണ്ട് വേഗം അഭ്യാസവും പത്രസമ്മേളനവും ഒക്കെ നിർത്തി പണി തുടങ്ങുന്നതാണ് നല്ലത്.